കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക, സേവ് നമ്പർ. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. കൂടാതെ പ്ലേലിസ്റ്റുകളിലായിട്ട് വിവിധ സെക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസും കാണാം. ഒരു കുടുംബ കോടതിയിൽ ചെലവിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവും അവരുടെ അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സീരീസിൻ്റെ അടുത്തൊരു സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പാർട്ട് 4 ആണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ പോലെ എന്തെങ്കിലും എഴുതിക്കൊണ്ട് കേസ് കൊടുത്താൽ ചിലവിന് പൈസ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വ്യക്തമായ റീസൺസ് നമ്മളെല്ലാം രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സാലറീഡ് പേഴ്സൺ, അതായത് മാസശമ്പളം മേടിക്കുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം എങ്ങനെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 40ാമത്തെ പോയിന്റ് നോക്കാം. ഇൻ കേസ് ഓഫ് സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ പ്രധാനമായിട്ടും 10 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഫസ്റ്റ് വൺ, ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ജോലി എന്താണ്. സെക്കൻഡ് വൺ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി എംപ്ലോയർ, നിങ്ങൾക്ക് ജോലി തരുന്ന സ്ഥാപനം, അത് സർക്കാർ സ്ഥാപനമാകാം, അർദ്ധ സർക്കാർ സ്ഥാപനമാകാം, എന്തായാലും വിരോധമില്ല. ആ സ്ഥാപനത്തിൻ്റെ പേര്, ആ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ്. ഇനി മൂന്നാമതായിട്ട് ഡേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾ എന്ന് മുതലാണ് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നറിയാനായിട്ട്. നാലാമതായിട്ട് വരുന്നതാണ് ഗ്രോസ് ഇൻകം ഇൻക്ലൂഡിങ് ദി സാലറി, DA, കമ്മീഷൻസ്, ഇൻസെൻറ്റിറ്റീവ്സ്, ബോണസ്, പെർക്സ് എക്സെട്ര. നിങ്ങൾക്ക് ശമ്പളം കൂടാതെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന DA എന്താണ്, കമ്മീഷൻസ് ഉണ്ടോ, ഇൻസെൻറ്റീവ്സ് ഉണ്ടോ, ബോണസ് ഉണ്ടോ, പെർക്സ് ഉണ്ടോ, ഈ കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണം. അഞ്ചാമതായിട്ട് perquisites and other benefits provided by the employer including accommodation, cards, other automotive, sweeper, gardener, watchman or personal attendant, gas, electricity, water, interest free or concessional loans, holiday expenses, free or concessional travel, free meals, free education, gift vouchers etc., credit card expenses, club expenses, use of movable assets by employees, transfer of assets to employees, value of any other benefits, amenities, service, privilege and the value of such perquisites and benefits. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് രേഖപ്പെടുത്തണം. അപ്പോൾ ഏതൊക്കെയാണ്? താമസം ഫ്രീ ആണോ, കാറുണ്ടോ, കാറ് വാടകയ്ക്ക് തരുന്നുണ്ടോ, നിങ്ങൾക്ക് അടിച്ചു വരാനായിട്ടുള്ള വേലക്കാരിയുണ്ടോ, പിന്നെ പൂന്തോട്ടം നോക്കുന്ന ആൾക്കാരുണ്ടോ, വാച്ച്മാനുണ്ടോ, പിന്നെ പേഴ്സണലായിട്ടുള്ള സ്റ്റാഫുണ്ടോ, ഗ്യാസിൻ്റെ ചാർജ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, പിന്നെ പലിശ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസെഷണലായിട്ടുള്ള ലോണുകളുണ്ടോ, ഹോളിഡേ എക്സ്പെൻസ് ഉണ്ടോ, പിന്നെന്താണ് ഫ്രീ ഓർ കൺസെഷണൽ ട്രാവൽ എക്സ്പെൻസ് ഫ്രീ ആണോ, ഫ്രീ മീൽസ്, ഭക്ഷണം ഫ്രീ ആണോ, ഫ്രീ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഫ്രീ ആണോ, ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസസ്, ക്ലബ്ബ്, ജിമ്മ് എക്സെട്ര നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് എഴുതണം. ആറാമതായിട്ട് ഡിഡക്ഷൻസ് ഫ്രം ദി ഗ്രോസ് ഇൻകം, നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് വരുന്ന ഗ്രോസ് ഇൻകം ഡിഡക്ഷൻ വന്നിട്ടുള്ളത് ബാക്കി എത്രയാണെന്നുള്ളത് പറയണം. ഏഴാമതായിട്ട് ഇൻകം ടാക്സ് പെയ്ഡ്, നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ. 8, നെറ്റ് ഇൻകം, നിങ്ങളുടെ നെറ്റ് ഇൻകം എത്രയാണ്. 9, വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻസ് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില കമ്പനികൾ അവരുടെ കമ്പനിയുടെ ഷെയറൊക്കെ നമുക്ക് തരാറുണ്ട്, ചില കമ്പനികളിൽ നമുക്ക് അവകാശ ഓഹരികൾ തരാറുണ്ട്, അങ്ങനെ വല്ലതുമുണ്ടോ. 10, പെൻഷൻ ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് പേയബിൾ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ എത്രയാണ്, കൂടാതെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ, നമ്മളിപ്പോൾ PF അങ്ങനെയുള്ള മുഖാന്തരം കിട്ടുന്ന ബെനിഫിറ്റുകളുണ്ടല്ലോ, ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതും കൂടി ഇവിടെ രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇത് ആർക്ക് മാത്രം ബാധകമാണ്? സാലറി മേടിക്കുന്ന സാലറിയുടെ പേഴ്സൺസിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ആണെങ്കിൽ എന്ത് ചെയ്യാം,
അതുമായി ബന്ധപ്പെട്ട് കുറേ പോയിൻറ്റ്സുകളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്, വായിച്ചു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.